ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദു ഫഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ കുറേ കഅബുൽ അഹ്ബാർ തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ സ്വഹാബാക്കളിൽ നിന്ന് കേട്ട അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അതുപോലെ തന്നെ എത്രയോ സ്വഹാബികളിൽ നിന്നും ഇൽമ പഠിച്ച ആളായതുകൊണ്ട് സ്വഹാബികളിൽ നിന്ന് കേട്ടതാവാൻ സാധ്യതയുണ്ട്. അതല്ല മുൻകാലത്തെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചതാകാനും സാധ്യതയുണ്ട്. തൗറാത്തും അതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നല്ലപോലെ പഠിച്ച വലിയ ആലിമായിരുന്നു കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. ആരും അവരെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കിതാബുകളിലൊക്കെ അവരെ മദ്ഹുകളും ഗുണങ്ങളും വിശ്വസ്തനാണെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെയും അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഷെയ്ഖാണ്. അവരുടെ ഉസ്താദാണ്, അവരുടെ ഷെയ്ഖാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. അത്രയും സ്റ്റേജുള്ള മഹാന ആണ്. പക്ഷേ ബിദ്അത്തുകാർ പലതും പറയും, അവർ പലതും ആരോപിക്കും. നമ്മൾ അതിലേക്ക് കാതു കൊടുക്കരുത്. എല്ലാ രംഗത്തും തകർത്ത് കളയാനുള്ള പണികൾ എടുക്കുന്നത് പോലെ ഈ രംഗത്തും അവർ കഅബുൽ അഹ്ബാറിനെ ചോദ്യം ചെയ്തവരുണ്ട്. അത് ഇസ്ലാം അംഗീകരിക്കുന്ന ആശയം അല്ല. അങ്ങനെ കഅബുൽ അഹ്ബാർ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ്? ലമ്മാ അറാദല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചതിനെ പുറത്തു കൊണ്ടുവരാൻ ടൈമായപ്പോൾ, ഉദ്ദേശം ആദ്യമേ ഉള്ള ഉദ്ദേശമാണ്, അതിനെ പുറത്തു കൊണ്ടുവരാൻ ഉള്ള ടൈമായപ്പോൾ, എന്തിനെ ഉദ്ദേശിച്ചപ്പോൾ ഇദ്ഹാറൻ നൂരി, ആ നൂറിനെ, നൂറുൽ മുഹമ്മദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ വെളിവാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കപ്പെടുമ്പോൾ അതിൽ എൻ്റെ നൂറിനെ സൂക്ഷിച്ചു എന്ന് നമ്മൾ സ്വഹീഹായ ഹദീസ് കൊണ്ട് ഉദ്ധരിച്ചു. മറ്റ് ഹദീസുകളിലെയും ഉദ്ധരിച്ചു. ആദം നബി അലൈഹിസ്സലാമിലൂടെ സൂക്ഷിക്കപ്പെട്ട് കാവലാക്കി സൂക്ഷിക്കപ്പെട്ട നൂറ്, അത് വല്ലാത്ത ഒരു സംഭവമാണല്ലോ. ആ നൂറിനെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുതുകിൽ നിന്നാണ് കിൻആൻ എന്ന മകൻ ഉണ്ടായത് എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. വാസ്തവത്തിൽ അതൊരു കാഫിറാണ്. ഉപ്പായാണെങ്കിലോ അമ്പിയാക്കളിൽ അത്യുന്നതനായ മഹാൻ. നേരെ ഓപ്പോസിറ്റും ഉണ്ടാവും. ഉന്നതനായ അബൂജഹലിന്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. അബൂജഹൽ കാഫിറാണ്. ആ കാഫിറിൽ നിന്ന് അത്യുന്നതനായൊരു സ്വഹാബിയെ അല്ലാഹു തആല പുറപ്പെടുവിച്ചു. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി. ജീവനുള്ളവരിൽ നിന്ന് ജീവനില്ലാത്തവരെ, ആത്മീയ ജീവനില്ലാത്തവരെ പുറപ്പെടുവിക്കുന്ന റബ്ബാണ്. ജീവനില്ലാത്തവരിൽ നിന്ന് ജീവനുള്ളവരെ പുറപ്പെടുവിക്കുന്ന റബ്ബുമാണ്. അത് നമ്മൾ കാണുന്നതാണ്. ബാപ്പ മഹാനാണ്, മകൻ മുഹാനാണ്, ഒന്നിനും കൊള്ളാത്തവനായി അക്രമിയായി മാറുന്നത് നമ്മൾ കാണുന്നത്. നേരെ ഓപ്പോസിറ്റും കാണുന്നത്. ബാപ്പ ഒന്നിനും കൊള്ളാത്തവനാണ്, മകൻ മോശപ്പെട്ടവൻ അല്ല, നല്ലവനായി കാണുന്നതാണ്. എന്നാൽ മുത്തുനബി തങ്ങൾ അങ്ങനെയല്ല. ആദം നബി മുതൽക്ക് 51ാമത്തെ ഉപ്പയായ അബ്ദുള്ള തങ്ങൾ വരെ ഉള്ള അള്ളാഹുവിനെ ഔലിയാക്കളിലൂടെ മാത്രം
ആ നൂറിനെ, മുത്തുനബിന്റെ ആത്മാവിനെ, അല്ലെങ്കിൽ എന്താണോ നൂറ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിനെ അല്ലാഹു തആല നല്ല 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 മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ, പവറുള്ളതായ, ആത്മീയ പവറുള്ളതായ മുതുക്കളിലൂടെ, പിതാക്കളുടെ മുതുക്കളിലൂടെ, ഇലൽ അർഹാമി സഖിയത്തി താഹിറ, ശുദ്ധമതികളായ ഉമ്മമാരിലൂടെ അവരുടെ ഗർഭപാത്രത്തിലൂടെ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഞ്ചാരം. ആ സഞ്ചാരം അവസാനമെത്തുന്നത് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിലാണ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആമിന ബീവിയെ കല്യാണം ചെയ്തു. ആ കല്യാണം ചെയ്ത ആ ബന്ധത്തിൽ അതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇൽഹാറൻ നൂരിൽ മഖ്സൂൻ, അല്ലാഹു തആല സൂക്ഷിച്ചു വെച്ചതായ ആ നൂർ, അത് എവിടെങ്കിലും സൂക്ഷിച്ചു വെച്ചതല്ല, വലിയ 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 മഹാന്മാരുടെ മുതുവിലൂടെ സൂക്ഷിച്ച്. അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ, ഒരു സാജിദിൽ നിന്നും ഒരു സാജിദിലേക്ക് അല്ലാഹുവിന് 100 വഴിപ്പെടുന്നവനക്കാണ് സാജിദ് എന്ന് പറയുക. കീഴ്പ്പാടുള്ളതായ, അല്ലാഹുവിന് കീഴ്പ്പെടുന്നതായ ഉപ്പമാരിൽ നിന്ന് ഉപ്പമാരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നൂറിനെ കൈമാറി എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഒരു കാഫിറിലൂടെ, ഒരു മുനാഫിഖിലൂടെ, ഒരു ഫാസിഖിലൂടെ, ഒരു തമ്മാടിയിലൂടെ, ഒരു പൊള്ളു പറയുന്നവനിലൂടെ, ഒരു മോശം ചെയ്യുന്നവനിലൂടെ അല്ല മുത്തുനബിയെ അല്ലാഹു തആല കൈമാറിയത്. അങ്ങനെ 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 വളരെ നല്ലവരുടെ മാത്രം റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ മുശ്രിക്കില്ല, കാഫിറില്ല, മുനാഫിക്കില്ല, കപടനില്ല, തമ്മാടിയില്ല, ആരുമില്ല. അവർക്ക് ഖുർആനിൽ പറഞ്ഞ വാക്ക് സാജിദീൻ എന്നാണ്, സുജൂദിൽ മുഴുകിയവരായ ആളുകൾ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അത് ഉപ്പമാരുടെ സിൽസിലയെ സംബന്ധിച്ചാണെന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഖുർആനിന്റെ വ്യാഖ്യാതാക്കളിൽ അത്യുന്നതരായ ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഇത് മിനാഹുൽ മക്കിയയിൽ ഇബ്നു അബ്ബാസ് പറയുന്നു എന്ന് ആണയിട്ട് പറയുന്നു, മറ്റു പല കിതാബിലും പറയുന്നു. അങ്ങനെ ആ മക്നൂനായ, സൂക്ഷിക്കപ്പെട്ട ആ മഖ്സൂൻ, ഖജാനയിൽ വെക്കപ്പെട്ട, സൂക്ഷിക്കപ്പെട്ടതായ, സൂക്ഷിച്ച് കൊണ്ടുവരുന്നതായ ആ നൂറിനെ അല്ലാഹു തആല പുറത്തു കൊണ്ടുവരാൻ തീരുമാനമെടുത്തപ്പോൾ വൈബ്രാസൽ ജൗഹരി, ആ രത്നത്തെ, മുത്തുനബിയെ പറ്റിയാണ് രത്നം എന്ന് പറയുന്നത്. രത്നം അതൊരു ഉയർന്ന സാധനമാണല്ലോ. ആ നിലക്ക് രത്നം എന്ന് പറഞ്ഞതാണ്. ആ രത്നത്തെ വെളിവാക്കാനും ഉദ്ദേശിച്ചപ്പോൾ, ഇബ്രാസ് എന്ന് പറഞ്ഞാൽ വെളിവാക്കുക. അൽ മക്നൂൻ, മക്നൂനായ, കേടുവരാതെ, ഒന്നും കേടുപറ്റാതെ, പൊടി പോലും തട്ടാതെ, ആത്മീയമായ എന്തെങ്കിലും ദൂഷ്യങ്ങൾ തട്ടാതെ സൂക്ഷിക്കപ്പെട്ടതായ ആ ജൗഹർ, ആരുടെയും കയ്യിൽ തൊടാതെ, ആരുടെയും കുറ്റങ്ങൾക്ക് വിധേയമാകാതെ, ഏതൊരു തെറ്റ് ചെയ്യുന്ന പെണ്ണിന്റെ ഗർഭപാത്രത്തിലാണോ കുഞ്ഞ് വരുന്നതെങ്കിൽ ആ കുഞ്ഞ് മിയ 100 നന്നായിക്കൊള്ളണമെന്നില്ല. ഒരു തെറ്റ് ചെയ്യുന്ന ഉപ്പയുടെ മക്കളിൽ ആ കുട്ടികൾ 100 നന്നായിക്കൊള്ളണമെന്നില്ല. നന്നാവാം, ഇത്രയേ ഉള്ളൂ. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല തിരഞ്ഞെടുത്തത് ആ മക്നൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, സ്വർഗത്തിലെ ഉപമിച്ചപ്പോൾ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഉപമിച്ചപ്പോൾ പറഞ്ഞു, കാന്നഹുന്ന ബീളും മക്നൂൻ, ബൈളും മക്നൂൻ, മക്നൂനായ നല്ല തൂവലുകളിൽ വെച്ച് നല്ല പോലെ പൊടിയൊന്നും തട്ടാതെ സൂക്ഷിച്ച മുട്ട പോലെ എന്ന് പോലെ, ഒട്ടക പക്ഷിയുടെ മുട്ടകളൊക്കെ അങ്ങനെ സൂക്ഷിക്കപ്പെടുന്നതാണ്.
അത് അത്രയും നല്ല ശ്രദ്ധിച്ച് നല്ല മിനുസമുള്ള തൂവലുകളിൽ സൂക്ഷിക്കപ്പെട്ടതിനാണ് മക്നൂൻ. അത്രയും കാക്കപ്പെട്ട ഒരു കാഫിറിലേക്കെത്താതെ, ഒരു തെമ്മാടിയിലേക്കെത്താതെ, മാടിയായ ഒരു ഉപ്പയിലേക്കെത്താതെ, മോശപ്പെട്ട ഒരു പെണ്ണിലേക്കെത്താതെ, പൂർണ്ണമായി ശുദ്ധിയാക്കപ്പെട്ട ഉപ്പമാരിൽ നിന്ന് ഉമ്മമാരുടെ ഗർഭപാത്രത്തിലേക്ക്, ആ ഉമ്മമാരിൽ നിന്ന് ഉപ്പമാരുടെ മുതുവിലേക്ക്, ആ മുതുവിൽ നിന്ന് ഉമ്മമാരുടെ ഗർഭപാത്രത്തിലേക്ക്, അങ്ങനെ 59ാമത്തെ ഉപ്പയായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. മുത്തുനബിയുടെ ഉപ്പയാകാൻ വിധി കിട്ടുക എന്നുള്ളത് ചെറിയ അനുഗ്രഹമൊന്നുമല്ല. 18 വയസ്സുകാരനാണെന്നാണ് ബലപ്പെട്ടത്. ആ മക്നൂനായ ബൈലു മക്നൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മക്നൂൻ എല്ലാ പൊടിയും മോശങ്ങളും വരലിനെ തൊട്ട് സൂക്ഷിച്ചു വെക്കപ്പെട്ടതായിരിക്കുന്ന ഇതുവരെ 59 ആൾ വരെ കൊണ്ടുവന്ന ആ നൂറിനെ അല്ലാഹു തആല ദുനിയാവിന്റെ പരസ്യലോകത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു. അതാരിൽ നിന്നാണ് പരസ്യലോകത്തെ കൊണ്ടുവന്നത്? അബ്ദുല്ലാഹിൽ നിന്ന്. അതെ, മിൻ അബ്ദില്ലാ, അബ്ദുല്ലാ തങ്ങളിൽ നിന്ന്, മിൻ അബ്ദില്ലാ, അബ്ദുല്ലാ തങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ അബ്ദുല്ലാ തങ്ങള് അമുസ്ലിമാണ് എന്നാണ് വഹാബി മതം. അത് ഇസ്ലാം മതമല്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അബ്ദുല്ലാ തങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ എങ്ങോട്ടാണ് ആദ്യമായി സഞ്ചാരം? ഇലാ ബത്തുനി ആമിന ബീവി റളിയല്ലാഹു അൻഹ. വലിയ മഹദിയാണ്, വലിയ തൗഹീദ് ഉടയ മഹദിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആമിന ബീവിയെ കണ്ടു. ആമിന ബീവി മുത്തുനബിയെ കണ്ടുകൊണ്ടുള്ള വഫാത്താണ് ആമിന ബീവിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അബവായിൽ കടക്കുന്ന ആമിന ബീവി, ഇതാണ് ബലപ്പെട്ട അഭിപ്രായം. ഒരഭിപ്രായമുണ്ട്, അതിനും ശക്തി പകരുന്ന എത്രയോ റിപ്പോർട്ടുകളുണ്ട്. ആമിന ബീവി അവിടുന്ന് രണ്ടാമത് എടുത്ത് ഹുജൂൻ എന്ന് പറയുന്ന ജന്നത്തുൽ മഅലയുടെ ലാസ്റ്റ് ഭാഗത്ത് ഖദീജ ബീവി കടക്കുന്ന ആ ശ്മശാനത്തിനാണ് ഹുജൂൻ എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തിട്ടുണ്ട് എന്നും പല റിപ്പോർട്ടിലും കാണാം. ആമിന ബീവിയുടെ ഖബർ ഇപ്പോൾ അവിടെയാണെന്ന് പല റിപ്പോർട്ടിലും കാണാം. അല്ലാഹു അഅലം. ഏതായിരുന്നാലും അബവാ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുന്നിൻ മുകളിലാണ് ഖബറുള്ളത്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ ഖബറിൽ നിന്ന് അവിടെ നിന്ന് മാറ്റപ്പെട്ടാലും ആ ഖബറിന് മഹത്വമുണ്ട്. ആമിന ബീവിയുടെ ആ വയറിനോടും തുല്യമായ ഒരു ഒരു പെണ്ണിന് അള്ളാഹു കൊടുത്തിട്ടില്ല, ഒരു ഗർഭപാത്രം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കുന്ന മണ്ണാണ് മണ്ണിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായത്. റസൂലുള്ളാഹി തങ്ങളെ ശരീരത്തിനെ വലയം ചെയ്ത ഖബറു ശരീഫ്, അതിനോട് തുല്യമായ ഒരു സ്ഥലം കഅബയോ കഅബയോ ബൈത്തുൽ മഅമൂറോ അർശോ കുർസോ ഒന്നും അങ്ങോട്ടെത്തുകയില്ല എന്ന് പണ്ഡിത ലോകത്ത് തർക്കമില്ല എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നു. ഖാലിയാദ് തങ്ങൾ പറയുന്നു. എത്രയോ ഇമാമിങ്ങൾ പറയുന്നു. ഇതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല. ലോകത്തെ ഏറ്റവും മഹത്തായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഉടനെ ഉച്ചത്തിൽ പറയണം. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തട്ടിക്കിടക്കുന്ന ഭൂമിയാണ്, ആ സ്ഥലമാണ്. മദീന ഒന്നായിട്ടല്ല, ആ സ്ഥലത്തിനുള്ള പ്രത്യേകത എന്താണ്? തങ്ങളുടെ ശരീരം തട്ടിക്കടന്നു എന്നതാണ്. എന്നാൽ മുത്തുനബിയുടെ ശരീരം തട്ടിക്കടന്ന ആദ്യത്തെ സ്ഥലം ആമിന ബീവിയുടെ വയറാണ്. ആ വയറ് എത്ര മഹത്വപ്പെട്ടതായിരിക്കും.
10 മാസം ഗർഭം ചുമന്ന ഉമ്മായുടെ വയറിൽ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ കിടന്നെങ്കിൽ ആ വയറ് നരകത്തിൽ കടക്കുകയില്ല. ആ വയറിന്റെ ഉടമ അള്ളാഹുവിന്റെ എതിരിൽ ഒന്നും പറയുകയോ ചെയ്യുകയോ ഇല്ല. അങ്ങനത്തെവരെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തതിന്റെ പുറമെ ശേഷവുമില്ല. അപ്പൊ മകനായ മുത്തുനബിയോട് ചില ഉപദേശ വാക്കുകൾ വായിച്ചാൽ നമ്മളെ കണ്ണുകൾ നിറഞ്ഞു പോകും. ഒരുമ്മ ഈ 6 വയസ്സായ 7 വയസ്സായ കുഞ്ഞിനോട് ഈ രൂപത്തിലുള്ള വാക്ക് പറയണമെങ്കിൽ മോനെ തൗഹീദ് വിട്ടു പോകരുതേ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്. ഓരോ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ വലിയപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ റൂട്ടിലൂടെയാണ് നമ്മുടെ സഞ്ചാരമുള്ളത്. ആ സഞ്ചാരത്തിൽ നിന്ന് മാറിപ്പോകരുതേ. ദീനി അബീകൽ ജദ്ദി അബ്രാഹാമ, നിന്റെ ജദ്ദായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വഴി വിട്ടു പോകരുതേ എന്ന് പറയുന്ന 6-7 വരികളുള്ള കവിതകൾ ഇമാമിങ്ങളെല്ലാം അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് ആമിന എന്ന് പറയുന്ന മഹദി. തർലിയത്ത് ചെല്ലാൻ മറക്കരുത്. വലിയ മഹദിയാണ്. ആമിന ബീവിയെയും അബ്ദുള്ള തങ്ങളെയും മാത്രം പറയുന്ന കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അവർ രക്ഷപ്പെട്ടവരാണെന്ന് മാത്രമല്ല അവർ ഉയർന്ന സ്ഥാനത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒന്നും അള്ളാഹു ചെയ്യുകയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. മുത്തുനബിന്റെ ഉമ്മയും ഉപ്പയും നരകത്തിൽ, മുത്തുനബി സ്വർഗത്തിൽ അങ്ങനെ രംഗം ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു സംഭവം നടക്കുകയില്ല. അത് മറ്റൊരു തെളിവായി പറഞ്ഞതാണ്. അതിന് എൻ്റെ മുമ്പത്തെ തെളിവുകൾ ഞാൻ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയും ഉമ്മയും അവരുടെ ഉപ്പയും ഉമ്മയും അവരുടെ ഉപ്പയും ഉമ്മയും അവരുടെ ഉപ്പയും ഉമ്മയും അങ്ങനെ ആദൻ നബിക്ക് 51-ാം മകനായി അബ്ദുള്ള എന്നോർക്ക് ആമിന പെറ്റോവർ എന്ന് മഹ്മൂദ് മാലയിൽ പറഞ്ഞ പോലെ ആ വലിയുപ്പമാർ അവരെല്ലാവരും ശുദ്ധന്മാരാണ്. അവരെല്ലാവരും ഔലിയാക്കളാണ്. മുത്തുനബി പറഞ്ഞു ലാ തസുബ്ബു മുളർ എന്ന് പറയുന്ന എൻ്റെ വലിയുപ്പയെ നിങ്ങൾ കുറ്റം പറയുന്നത് കേൾക്കുന്നു, അത് കേൾക്കരുത്, അത് ചെയ്യരുത്. ഫഇന്നഹു റജുലുൻ മുസ്തജാബ്, കാരണം അവർ അല്ലാഹു തആല ദുആ തട്ടാത്തൊരു വലിയ മഹാനായിരുന്നു. ഇത് സഹിയായ ഹദീസാണ്. ഇമാം സുയൂത്തി ഉദ്ധരിക്കുന്നത് കാണാം ഈ ഹദീസിനെ. അങ്ങനെ വലിയപ്പമാരെ മുഴുവൻ ഖുർആൻ സാജിദ് എന്നാണ് പരിചയപ്പെടുത്തിയത്. ആ ആമിന ബീവിയുടെ വയറിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ പാസ് ചെയ്ത ഘട്ടമാണ് ഈ പറയുന്നത്. ഇലാ ബത്തുനി ആമിന. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഷരീഫായ ബത്തുനിലേക്ക് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്നും അല്ലാഹു തആല പാസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആരാണ് ആമിന? അത്ഹരി ഫതാത്തിൻ ഫിൽ അറബ്, അത്ഹരി ഫതാത്തിൻ ഫിൽ അറബ്. അറബികളിൽ ഇങ്ങനെ ഒരു യുവതി, ഇത്ര ശുദ്ധമതിയായ യുവതി ഇല്ല. അങ്ങനത്തെ ആമിന. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഒരുപക്ഷെ സ്വഹാബികളിൽ നിന്ന് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ മുൻകാലത്തെ കിതാബുകളിൽ നിന്ന് കിട്ടിയതായിരിക്കാം. വിശ്വസ്തനാണ്, കഅബ് എന്നതിൽ തർക്കമില്ല എന്ന് അസ്ഖലാനി തങ്ങൾ തഹദീബ് തഖരീബിൽ പറഞ്ഞിട്ടുണ്ട്. തഹദീബ് തഖരീബ് അല്ല, തഖരീബ് തഹദീബ്. അതെ, എൻ്റെയൊക്കെ നല്ല പേര് മാറി. ഇവിടെ ഉണ്ട് കിതാബ്, ഞാൻ വായിച്ചിട്ടുണ്ട്. അത്ഹരി ഫതാത്തിൻ ഫിൽ അറബ്. അറബികളെ ഫതാത്ത് തന്നെ യുവതി. അറബികളിലുള്ള യുവതികളിൽ ഏറ്റവും ആത്മശുദ്ധിയുള്ള, എല്ലാ ശുദ്ധിയും കൈവരിച്ച, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൽ മറിയം ബീവിയെ പറ്റി പറഞ്ഞു. അല്ലത്തി അഹ്സനത്ത് ഫർജഹ, അവരുടെ ഗുഹ്യഭാഗത്തെ അവര് വളരെ സൂക്ഷിച്ചവർ എന്നാണ് പറഞ്ഞത്. ആ ആശയമാണ് അത്ഹരി ഫതാത്തിൻ ഫിൽ അറബ് എന്നതിലെ ഒരാശയം. എല്ലാ ശുദ്ധിയും നിറഞ്ഞ ആമിന ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ പോകുമ്പോഴാണെന്ന് എൻ്റെ ഓർമ്മ. ആമിന ബീവിയെ മറവ് ചെയ്ത സ്ഥലത്ത് സിയാറത്ത് ചെയ്തത് കാണാം ഹദീസിൽ. അവിടെ എത്തിയപ്പോഴേക്കും തങ്ങളുടെ അവസ്ഥ മാറുകയും സഹാബത്ത് പറയുന്നു തങ്ങൾ കരഞ്ഞു, വല്ലാതെ കരഞ്ഞുപോയി. ഫാബുക്കാന, ഞങ്ങളും കരഞ്ഞുപോയി. ഉമ്മായിയുടെ അവസ്ഥ ഓർത്ത്,
പിന്നെ പ്രയാസങ്ങൾ ഓർത്ത് കരഞ്ഞതായിരിക്കാം. ഉമ്മ അബ്ദുള്ള തങ്ങള് മുത്തുനബിക്ക് 2 വയസ്സുള്ളപ്പോ 2 മാസമുള്ളപ്പോ 2 മാസം ഗർഭത്തിലിരിക്കുമ്പോ വഫാത്തായി പോയി. പിന്നെ ആ ഉമ്മ അനുഭവിച്ച മാനസിക വിഷമം ചെറുതല്ലല്ലോ. പിന്നെ ഈ കുഞ്ഞിനെ പോറ്റിയതൊക്കെ വളരെ നല്ല രൂപത്തിൽ ഷിർക്കിന്റെ കോട്ടയിൽ വെച്ച് ഒരു തൗഹീദിന്റെ മോനെ പോറ്റാൻ ആ ഉമ്മ പാടുപെട്ടതിന്റെ ഓർമ്മകൾ മനസ്സിൽ വന്നപ്പോൾ മുത്തുനബി കരഞ്ഞു. ഞങ്ങളെല്ലാവരും കരഞ്ഞുപോയി. സഹാബത്ത് പറയാം, അല്ലാഹു എത്ര വലിയവൻ. അങ്ങനെ സിയാറത്ത് ചെയ്തു. ഞാൻ എൻ്റെ ഉമ്മക്ക് സിയാറത്ത് ചെയ്യാൻ അള്ളാഹുവിനോട് ചോദിച്ചു. മുൻകാലക്കാരെ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന വിധി ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ തുടക്കത്തിൽ. അതുകൊണ്ട് ഞാൻ സമ്മതം ചോദിച്ചു. മൊത്തം സിയാറത്ത് അനുവദിക്കപ്പെടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കുന്തു നഹയ്തുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്തിനെ വിരോധിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് സ്വഹീഹായ രീതിയിൽ കാണാം. അതിൽ ആമിന ബീവിയെയും സിയാറത്ത് ചെയ്യാൻ പാടില്ല, ആരെയും സിയാറത്ത് ചെയ്യാൻ പാടില്ല. അല്ലാഹു തആല സമ്മതം തന്നവരെ മാത്രം സിയാറത്ത് ചെയ്യാം. അപ്പോൾ അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചു. അപ്പോൾ അല്ലാഹു തആല ഫാദിനലി, എനിക്ക് സമ്മതം തന്നു. അപ്പോൾ ഞാൻ ആമിന ബീവിക്ക് പൊറുക്കലിന് തേടട്ടെ എന്ന് ചോദിച്ചു. അത് വേണ്ട എന്ന് അല്ലാഹു തആല എന്നോട് പറഞ്ഞു. ആമിന ബീവിക്ക് പൊറുക്കലിനെ തേടേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ആമിന ബീവി അത്രയും മഹദിയാണ്, അവരിലൊരു അബദ്ധവും ഇല്ല എന്ന് മാത്രമല്ല അല്ലാഹു മഗ്ഫിറത്തിന്റെ ഏമാരി ചൊരിച്ചു കൊടുത്ത മഹദിയാണ് ആമിന ബീവി. അതുകൊണ്ട് ആമിന ബീവിക്ക് പൊറുക്കലിനെ തേടുമ്പോൾ ഒരുപക്ഷേ ആരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കാം, ആമിന ബീവി അബദ്ധങ്ങൾ വന്ന ആളാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം എന്ന നിലക്കായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ആവശ്യമില്ല, ഇനി ചെയ്യണ്ട, അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു. പൊറുക്കലിനെ തേടാൻ ചോദിക്കുകയാണെങ്കിൽ തൗഹീദില്ലെങ്കിൽ ഒരാൾക്ക് പൊറുക്കലിനെ തേടാൻ ചോദിക്കുകയില്ല. തൗഹീദില്ലാത്ത ആൾക്ക് പൊറുക്കലിനെ തേടൽ ഹറാമാണ്. അത് റസൂലുള്ളാഹിക്ക് അറിയാം, ഇബ്രാഹിം നബിക്ക് അറിയാം. തൗഹീദില്ലാത്തവർക്ക് പൊറുക്കലിനെ തേടാൻ പറ്റൂല. ആ നിലക്ക് പൊറുക്കലിനെ തേടാൻ പറ്റൂല എന്നുള്ള മസാലയും അറിവും തങ്ങൾക്ക് പൂർണ്ണമായി ഉണ്ടായിരിക്കെ പിന്നെയും പൊറുക്കലിനെ തേടാൻ ചോദിക്കുന്നതിന്റെ അർത്ഥം സ്റ്റേജ് കൂടാനാണ്. പക്ഷേ കേൾക്കുന്ന പ്രയോഗം ഇസ്തിഗ്ഫാറാകുമ്പോൾ അറിവില്ലാത്ത കപടന്മാര്, അതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുത്തിപ്പറയുന്ന കപടന്മാര്, യഥാർത്ഥ വിശ്വാസമില്ലാത്ത കപട വിശ്വാസികളായ വിദാത്തുകാരൊക്കെ വരുമ്പോൾ അവർ ഈ കഥ കാണുമ്പോൾ അവർ തെറ്റിദ്ധരിച്ചു പോകും, ആമിന ബീവി തെറ്റ് ചെയ്തവരാണെന്ന്. എത്രത്തോളം മുത്തുനബി തങ്ങള് 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്ന ഹദീസ് വായിച്ചിട്ട് വെളിയങ്കോടൻ ഉമർ മൗലവി പറഞ്ഞത് എന്താണ്? പ്രവാചക പ്രഭുവായ മുഹമ്മദ് നബി വരെ അള്ളാഹുവിനെ വീഴ്ച വരുത്തിയ ആളാണ് ജീവിതത്തിൽ. അള്ളാഹു ഈ വാക്കുദ്ധരിച്ച പേരിൽ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ആ വാക്കുദ്ധരിച്ചതിൽ അള്ളാഹു തആല നമുക്ക് മാപ്പ് തരട്ടെ. നിർബന്ധമായിട്ട് ഉദ്ധരിച്ചതാണ്, അതൊന്നും ഉദ്ധരിക്കാൻ പാടില്ല. മുത്തുനബി തെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവിടുന്ന് 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലിയത് എന്നാണ്. അവർ കപടന്റെ അരികിൽ ഇത് കിട്ടുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുമ്പോൾ ആമിന ബീവി ജാഹിലിയത്തിലെ തെറ്റിന്റെ വാക്താവായ തെറ്റ് ചെയ്ത മഹദിയാണ് എന്ന് തോന്നിപ്പോകാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഇസ്തിഗ്ഫാറിന് വേണ്ട, അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ചില ഇമാമിങ്ങളൊക്കെ ഈ കാര്യം ഇപ്പടി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോ ജംറത്തുൽ അഖബ എറിഞ്ഞാൽ ദുആക്ക് അവിടെ അരമണിക്കൂറിലേറെ ദുആക്ക് വേണ്ടി ആളുകൾ കെഞ്ചുന്നത് കാണാം. ഇജാബത്തുള്ള സ്ഥലമാണ്. ഞാനും ചെയ്തിട്ടുണ്ട്, ചെയ്തവരൊക്കെ ചെയ്ത് കാണാം, ഹജ്ജിന് പോയവരൊക്കെ ചെയ്ത് കാണും. ജംറത്തുൽ അഖബ എറിഞ്ഞാൽ ഒരു ദുആ, അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു ദുആ, ഇജാബത്തുള്ള ദുആയാണ്.
ജംറത്തുൽ ഊല എറിഞ്ഞാൽ, ജംറത്തുൽ ഉസ്ത എറിഞ്ഞാലും, ജംറത്തുൽ അഖബ എറിഞ്ഞാൽ പിന്നെ ദുആ ഇല്ല. ഒന്നാമത്തെ ജംറ കഴിഞ്ഞാൽ അവിടെ ദുആ സുന്നത്താണെന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഇജാബത്തുള്ള ദുആ ആണ്. അതുകൊണ്ട് അരമണിക്കൂറൊക്കെ ഓരോരുത്തർ ദുആ ചെയ്യും. അവിടെ നിന്നുകൊണ്ട് തന്നെ സ്വന്തമായി ദുആ ചെയ്യാത്ത ആരുണ്ടാവില്ല. അവിടുന്ന് മാറി ജംറത്തുൽ ഉസ്ത നടുവിലെ ജംറയിലെത്തി അതിനെ എറിഞ്ഞിട്ട് ദുആ ചെയ്യും. എന്നിട്ടേ മൂന്നാമത്തെ ജംറത്തുൽ അഖബയിലേക്ക് എത്തുകയുള്ളൂ. ജംറത്തുൽ അഖബയിലേക്ക് എത്തിയാൽ ദുആ ഇല്ല. ഇനി ദുആ ചെയ്യൽ പാടില്ല എന്നാണ്, ഹറാമാണെന്നല്ല, ദുആ ചെയ്യൽ സുന്നത്തില്ല. അതിനെ സംബന്ധിച്ച് മഹാനായ അഹ്മദ് ബിൻ ഹജർ ഹൈതമി തങ്ങള് ഈലാഹിൽ വിശദീകരിച്ചതും മറ്റു കിതാബുകളിൽ വിശദീകരിച്ചതും എന്താണ് ഇവിടെ ദുആ ഇല്ലാത്തത്. അതിന്റെ അർത്ഥം ഇനി ദുആ ചെയ്യണ്ട, നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നീ പറയണ്ട. നീ ഒന്നാമത് എറിഞ്ഞതിലും രണ്ടാമത് എറിഞ്ഞതിലും ഞാൻ സ്വീകാര്യത തന്നിരിക്കുന്നു, നിന്റെ ഹജ്ജ് കബൂലാക്കിയിരിക്കുന്നു. ഇനി നീ എന്നോട് ഇവിടെ വെച്ച് ദുആ ചെയ്യണ്ട എന്ന് പറഞ്ഞ് അല്ലാഹു തആല കബൂലിന്റെ സൂചനയാണ്. അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കാൻ, അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണ്ട. ഇസ്തിഗ്ഫാർ എത്രയോ ചെയ്തു പോയി, ഇനി മതി, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി ചെയ്യണ്ട എന്നാണ് അതിന്റെ അർത്ഥമെന്ന് അയിമ്മത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അതാണ് നല്ല രൂപത്തിൽ ആമിന ബീവിയെയും വ്യാഖ്യാനിക്കാൻ നല്ലത്. ഇതെടുത്ത് എന്തൊക്കെയോ ചെയ്യുന്ന ആളുകളുണ്ട്. കാപ്പട്യം കൽബിൽ നിറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുഹരി ഫത്താ, ഈ ഷിർക്കുള്ളവർക്ക് തുഹുറു എന്ന് പറയുകയില്ല. ഇന്നമൽ മുശ്രികൂന നജസുൻ എന്നാണ്. നജസ് തുഹുറിന്റെ ഓപ്പോസിറ്റാണ്. അതും തുഹുറുണ്ടെന്ന് മാത്രമല്ല, അത്ഹർ ഫതാത്ത്, യുവതികളിൽ ഏറ്റവും ശുദ്ധിയുള്ളവർ, പെണ്ണുങ്ങളിൽ ഏറ്റവും ശുദ്ധിയുള്ളവർ എന്നല്ല പറഞ്ഞത്, യുവതികൾ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള ഈ ഭാഗമാണ് കൂടുതൽ സാധാ പെണ്ണുങ്ങളെക്കാണ്. അതാണ് യുവതികളിൽ, അതോടുകൂടെ യുവതിയുമാണ്. യുവതികളിൽ ഏറ്റവും ശുദ്ധിയുള്ള മഹദിയാണ് ആമിന എന്നാണ് റളിയല്ലാഹു അൻഹാ. നമ്മുടെ നബിയുടെ ഉമ്മയാണ്. ആ ഉമ്മ നമുക്കൊക്കെ വലിയ ഉമ്മയാണ്. നമുക്ക് വേറെ അതിന്റെ അപ്പുറേ നമ്മളെ പ്രസവിച്ച ഉമ്മയുള്ളൂ. അത്രയും വലിയ ഉമ്മയാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മയാണ്. അത് വിശുദ്ധ ഖുർആൻ തുറന്നു പറഞ്ഞതാണ്. അത്ഹരി ഫത്താത്തിൻ, യുവതികളിൽ ഏറ്റവും ശുദ്ധിയുള്ളവരായ ആമിന ബീവി. ഫിൽ അറബി, അറബികളെ കൂട്ടത്തിലുള്ള യുവതികളിൽ ഏറ്റവും ശുദ്ധിയുള്ള പെണ്ണ്. ഇമാം ഇബ്നു ഖാസിമിൽ മാലിക്കി തങ്ങൾ അവിടുത്തെ ഷറഫുൽ അനാമിൽ പറഞ്ഞത് സയ്യിദത്ത് നിസാഇ ബനി നജ്ജാർ എന്നാണ്. ബനു നജ്ജാർ ഗോത്രത്തിലെ നേതാവായ പെണ്ണാണ് ആ പെണ്ണ് ആമിന ബീവി. ബനു നജ്ജാർ എന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലിപ്പാന്റെ ഉമ്മയുടെ നാടാണ്. അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മയുടെ നാടാണ്. അപ്പൊ നബി തങ്ങളുടെ അമ്മാവന്മാര്, വല്ലിപ്പന്റെ ഭാര്യയുടെ ആങ്ങളമാരുടെ കുടുംബമാണ്. അവർക്കാണ് ബനു നജ്ജാർ എന്ന് പറയുന്നത്. അവിടെ ഇടയ്ക്കിടെ ആമിന പോകാറുണ്ടായിരുന്നു. ആമിന ബനു സുഹ്റ ഗോത്രക്കാരിയാണ്. പക്ഷേ സയ്യിദത്തു നിസാ ബനി നജ്ജാർ എന്ന് പറയുന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. ചിലരെല്ലാം അവിടെ തെറ്റിപ്പോയിരിക്കുന്നു. ഇബ്നു ഖാസിമിൽ മാലിക്കിക്ക് തെറ്റിപ്പോയിരിക്കുന്നു. സയ്യിദത്തു നിസാ ബനി സഹറ എന്ന് വായിക്കുന്നവരുണ്ട്. അങ്ങനെ ആക്കിയവരുമുണ്ട്. അങ്ങനെയാണെന്ന് സംസാരിച്ചവരുമുണ്ട്. അതൊന്നും യഥാർത്ഥ റൂട്ടുകളല്ല. മറിച്ച് ബനി നജ്ജാർ ഗോത്രക്കാരുടെ നേതാവാണെന്ന് പറഞ്ഞാൽ, നേതയാണെന്ന് പറഞ്ഞാൽ, ബനു നജ്ജാർ ഗോത്രത്തിൽ എത്തിയാൽ അല്ലെങ്കിൽ അവിടെ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളായിരുന്നു എന്നാണ്. നേതൃത്വം കൊടുക്കുന്ന ആൾ ആ തറവാട്ടിൽപ്പെട്ട ആളായിക്കൊള്ളണമെന്നില്ല. നമുക്കറിയാലോ ഇപ്പൊ നമ്മളെ നേതൃത്വത്തിന്റെ ആള് അത് എവിടുന്നെങ്കിലും കയറി കൂടിയതാകാനും സാധ്യതയുണ്ട്.
നേതൃത്വം കൊടുക്കുന്ന ആൾ ആ തറവാട്ടുകാരായിക്കൊള്ളുന്നില്ല. ഇപ്പൊ മലക്കുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇബിലീസ് ആയിരുന്നു. ഇബിലീസ് ആ തറവാട്ടുകാരനല്ല, മലക്കള തറവാട്ടുകാരനല്ല, ജിന്ന് തറവാടിൽപ്പെട്ട ആളാണ്. അവൻ നേതാവ് എന്ന് പറയുമ്പോത്തിന് പട്ടികജാതി പട്ടികവർഗം ഉണ്ടാവും ആ കൂട്ടത്തില്. അതിന് കഴിവിനനുസരിച്ചും അല്ലെങ്കിൽ സ്വാധീനത്തിനനുസരിച്ചും അല്ലെങ്കിൽ പര്യാപ്തതക്കനുസരിച്ചൊക്കെ വരുന്നതാണ്. അതാണ് ആമിന ബീവിയെ ബനൂ നജ്ജാർ ഗോത്രക്കാർ അഥവാ റസൂലുള്ളാഹിന്റെ ഉപ്പാ കുടുംബം തന്നെ ഒരു നേതയായി കണ്ടിരുന്ന മഹദിയാണ് എന്നാണ് സയ്യിദത്ത് നിസാഇ ബനി നജ്ജാർ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ബനു സുഹറ ഗോത്രക്കാരി അല്ല എന്നല്ല. സയ്യിദത്ത് എന്ന വാക്ക് എന്തേ കാണാതെ പോയോ? അല്ലാഹു അഅലം. വളരെ ദുഃഖമുണ്ട് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ. അതൊരു ആവശ്യമില്ലാതെ ബനു സുഹറ എന്നാക്കുന്നവര് വായിക്കുന്നവര് എന്തെല്ലാമാണ് മൗലിദിൽ കൈകടത്തൽ നടത്തുന്നത്. അല്ലാഹു അഅലം. അത്ഹരി ഫതാത്തിൻ ഫിൽ അറബ് വദാലിക, അതെന്നായിരുന്നു ആ ദിവസം? വദാലിക ഫീ ലൈലത്തുൽ ജുമുഅ, ലൈലത്തുൽ ജുമുഅയിലായിരുന്നു ആ കല്യാണം നടന്നത്. ഒരു വ്യാഴാഴ്ചയാണ് കല്യാണം നടന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ആ കല്യാണം നടന്ന കല്യാണത്തിൽ ഖുതുബ ഓതിയത് അവിടുത്തെ മൂത്താപ്പയായ അബൂ ത്വാലിബ് തങ്ങളാണ് ഖുതുബ ഓതിയത്. അങ്ങനെയാണ് നിക്കാഹ് നടന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ സീറത്തുൽ ഹലബിയ പോലുള്ള കിതാബുകൾ, എത്രയോ സീറകളിൽ കാണാൻ കഴിയും. ചരിത്ര കിതാബുകൾക്കാണ് സീറ എന്ന് പറയുന്നത്. ദാലിക ഫീ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാത്രിയാണത്. ആദ്യമായി അബ്ദുള്ള എന്നവരിൽ നിന്ന് ആമിനായിലേക്ക് ആ നൂറ് പാസ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രിയാണ്. അത് മാസം ഏതാണ്? മിൻ ഷഹരി റജബ്, റജബ് മാസത്തിൽ നിന്നുള്ള വെള്ളിയാഴ്ച രാത്രിയാണ്. റജബ് വളരെ ബഹുമാൻ. റജബുൻ ഷഹറുല്ലാഹ്. ഹദീസിൽ കാണാം, ഹദീസ് ദഈഫ് ആണെങ്കിലും ഇമാമിങ്ങൾ, ഇമാം ഫിഷ്നിയെ പോലുള്ളവർ റജബിനെ ബഹുമാനിച്ച് എഴുതിയ ഇമാമിങ്ങളൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് മൗളു ഒന്നുമല്ല. റജബുൻ ഷഹറുല്ലാഹ്. അല്ലാഹു തആല മുത്തുനബി തങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത മാസമാണ് റജബ് മാസം. അല്ലാഹു ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തത് സ്വഹീഹ ഹദീസിൽ കാണാം. ഈ ലഈഫ് ഹദീസ് ആയാലും ഫളായിലുകളിൽ ലഈഫ് ഹദീസ് ലിഅന്നൽ ലഈഫ ഹുജ്ജത്തുൻ, ലിഅന്നൽ ഹദീസ് ലഈഫ ഹുജ്ജത്തുൻ ഇത്തിഫാഖൻ എന്നാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ മിനഹിൽ പറഞ്ഞത്. ലഈഫ ഹദീസ് ഫിൽ ഫളായിലി വൽ മനാഖിബി ഹുജ്ജത്തുൻ ഇത്തിഫാഖൻ. ചില ആളുകൾ ശമായിൽ തുർമുദി വായിച്ച് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ ഉദ്ദേശിച്ചുകൊണ്ട് മഹാനായ ഇമാം തുർമുദി, അബൂ ഇസ തുർമുദി എഴുതിയ ലോകപ്രസിദ്ധ ചുംബനാർഹമായ, ലോകമെന്നായിട്ട് അതിനെ ഏറ്റുവാങ്ങിയ ആ കിതാബാണ് ശമായിൽ തുർമുദി. അത് കണ്ടാൽ ചുംബിക്കാത്തവരുണ്ടാവുകയില്ല. നബിയുടെ വിശേഷണങ്ങൾ മാത്രമാണ് അതിൽ ഉദ്ധരിക്കുന്നത്. അതിനുവേണ്ടി എഴുതിയ കിതാബാണ് ഇമാം ബുഖാരിയുടെ ശിഷ്യനായ ഇമാം തുർമുദി തങ്ങൾ. ആ കിതാബ് ദർസ് നടത്തുന്ന ചില മുദരിസ്മാര് വല്ലാത്ത സങ്കടങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഹദീസിന്റെ സനദ് വായിച്ചിട്ട് സനദിൽ ഒരാൾ ലഈഫായ ആളുണ്ടെങ്കിൽ ഹദീസ് ലഈഫാക്കുകയും ആ ഹദീസിനെ പാടെ തള്ളിപ്പറയുകയും ചെയ്യുന്ന സ്വഭാവം ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ മനവേദനിക്കുകയല്ലാതെ പരിഹാരമില്ല. എന്ത് ചെയ്യാനാണ്? ലഈഫ ഹദീസ് ഫഇന്നൽ ഹദീസ് ലഈഫ ഫിൽ മനാഖിബ് ഫിൽ ഫളായിലി വൽ മനാഖിബ് ഹുജ്ജത്തുൻ ഇത്തിഫാഖൻ എന്നൊന്നും അയാൾക്ക് കാണിച്ചു കൊടുത്താൽ തർക്കമുണ്ടായിരുന്നില്ല. ഫഇന്നൽ ഹദീസ് ലഈഫ, ലഈഫായ ഹദീസ് അത് ഫളായിലി മഹത്വങ്ങൾ പറയാനും അല്ലെങ്കിൽ നന്മകളെ പറ്റി പറയാനും വൽ മനാഖിബി സ്ഥാനമാനങ്ങളും ചരിത്രങ്ങൾ പറയാനും ഹുജ്ജത്തുൻ അത് തെളിവാകുന്നു. ഇത്തിഫാഖൻ അതിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായമില്ല എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. ഇതേ വാക്ക് പല ഇമാമികളും പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി അജ്മാഉൽ ഉലമാഉ എന്നാണ് അദ്കാറിൽ പറഞ്ഞത്. ഈ ഇജ്മാഉം ഈ ഇത്തിഫാഖും എല്ലാം ഉണ്ടായിട്ടും ഷമായിൽ തുർമുദി എന്ന് പറയുന്ന നബി തങ്ങളുടെ മനാഖിബ് പറയുന്ന കിതാബാണ്.
മനാഖിബിൽ എവിടെയാണെങ്കിലും ദഈഫായ ഹദീസ് വന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതെല്ലാവർക്കും തെളിവിന് പറ്റിയതാണ്. മൗളൂആയ ഹദീസ് അല്ല അത്. എന്നിട്ട് സനദ് വായിച്ചതിന് ശേഷം ഇനി എന്തിനാ പറഞ്ഞു ഹദീസ് വായിക്കണമെന്ന് ചോദിക്കോത്രേ. സനദ് വായിച്ചതിന്റെ ശേഷം ഇനി എന്തിനാ ഹദീസ് വായിക്കുന്നു? ചത്ത കുട്ടിയുടെ ജാതകം എന്തിനു ഓതുന്നു എന്ന് വരെ പറയുന്നവരുണ്ട്. എന്റെ സഹോദര, ചത്ത കുട്ടിയല്ല. മൗളൂആയ ഹദീസാണെങ്കിൽ തന്നെ ചത്ത കുട്ടിയല്ല. ജീവനുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന കുട്ടിക്കാണ് മൗളൂ എന്ന് പറയുന്നത്. ജീവനുണ്ടെന്ന് ഉറപ്പുള്ള കുട്ടിക്കാണ് ദഈഫ് എന്ന് പറയുന്നത്. ജീവനുണ്ടെന്ന് മാത്രമല്ല, അതിലേറെ ആരോഗ്യമുണ്ടെന്ന കുട്ടിക്കാണ് ഹസൻ എന്ന് പറയുന്നത്. ജീവനുണ്ടെന്ന് മാത്രമല്ല, നല്ല സമ്പുഷ്ടനായ പ്രകൃതിയുള്ള കുട്ടിക്കാണ് സഹീഹ് എന്ന് പറയുന്നത്. ജീവനില്ലാത്ത ചത്ത കുട്ടിയുടെ ജാതകമല്ല അവിടെ ഓതുന്നത്. എനിക്ക് ചത്ത കുട്ടിയുടെ ജാതകം ഓതണോ? സനദ് വായിച്ചിട്ട് ഇതല്ലേ സനദ്, ഇനി പിന്നെ ഈ ഹദീസ് ഓതണോ? സുബ്ഹാന മൻ ജല്ല. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാബിനോട് ചെയ്യുന്ന പേക്കൂത്ത് എന്നാണ് ഇതിന് പറയുക. പേക്കൂത്ത് എന്നാണ് ഇതിന് പറയുക. പേക്കൂത്ത് എന്നാണ് ഇതിന് പറയുക. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മിൻ ഷഹരി റജബിൻ അമർ റിദ്വാൻ അലൈഹിസ്സലാം. റജബ് മാസത്തിൽ ആയിരുന്നു ആ സംഭവം. വെള്ളിയാഴ്ച രാത്രിയിൽ, അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിക്കാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ഇസ്ലാമിൽ അധിക ബാബുകളിലും രാത്രി മുന്നെയാണ്. അമർ റിദ്വാൻ അലൈഹിസ്സലാം അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു തആല കൽപ്പിച്ചു, റിദ്വാൻ അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. മഹാനായ റിദ്വാൻ സ്വർഗ്ഗം കാവൽ നിൽക്കുന്ന, അവരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മലക്കുകളോടുകൂടെ സ്വർഗ്ഗം കാവൽ നിൽക്കുന്ന നേതാവാണ് റിദ്വാൻ അലൈഹിസ്സലാം. അത് ഇമാം സുയൂത്തി തങ്ങൾ അവിടുത്തെ ഹലബായിക് ഫി അഖ്ബാരിൽ മലായിക് എന്ന് പറയുന്ന കിതാബിൽ അവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അസ്രായിലിന്റെ പേരും റിദ്വാനിന്റെ പേരും അധിക ഹദീസുകളിലും കാണുകയില്ല. അധികവും സ്വർഗ്ഗ കാവക്കാരൻ എന്നോ അല്ലെങ്കിൽ മലക്കുൽ മൗത്തി എന്നൊക്കെ കാണുക. ഈ രണ്ടു പേരും ഇമാം സുയൂത്തിയുടെ ഹദീസിന്റെ കിതാബായ മലക്കുകളെ പറ്റി മാത്രമുള്ള കിതാബാണ് അൽ ഹബായിക് ഫി അഖ്ബാരിൽ മലായിക്. എത്രയോ ഹദീസുകളിൽ അവിടുത്തെ പേര് വന്നിട്ടുണ്ട് എന്ന്, സഹീഹ് ഹദീസുകളിൽ പേര് വന്നിട്ടുണ്ട് എന്ന് മഹാന അല്ലാമ ഇബ്നു കസീർ അൽ ബിദായിൽ പറയുന്നുണ്ട്. റിദ്വാൻ അലൈഹിസ്സലാം, സ്വർഗ്ഗകാവക്കാരനായ റിദ്വാൻ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല അന്ന് കൽപ്പിച്ചു. ഈ സംഭവത്തിന്റെ ഘട്ടത്തിൽ അല്ലാഹു തആല കൽപ്പിച്ചു. എന്തിനു വേണ്ടി കൽപ്പിച്ചു എന്ന് പിന്നെ അടുത്ത് വരുന്ന വാക്കുകളിൽ കൽപ്പിച്ചു. സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കാൻ വേണ്ടി കൽപ്പിച്ചു. സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കാൻ കൽപ്പിച്ചപ്പോൾ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കുക എന്നുള്ളത് അതൊരു വലിയ അനുഗ്രഹം ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. സ്വർഗ്ഗ കവാടം വെറുതെ അങ്ങ് തുറക്കൂല. അതിനെ തുറക്കാൻ ഒരുപക്ഷെ റമദാനായാൽ സ്വർഗ്ഗ കവാടങ്ങളൊക്കെ തുറക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലെ വിശാലതയിലേക്ക് സൂചിപ്പിച്ച് എല്ലാ കവാടങ്ങളും തുറക്കും. മലക്കുകൾ പ്രത്യേക ഒരുക്കങ്ങൾ ഒരുങ്ങും റമദാനാകുമ്പോൾ. എന്ന പോലെ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ഉമ്മായുടെ ഗർഭപാത്രത്തിലേക്ക് പാസ് ചെയ്ത രാത്രിയിൽ റിദ്വാൻ അലൈഹിസ്സലാമിനോട് സ്വർഗ്ഗ കവാടങ്ങൾ മുഴുവനും തുറക്കണം. അത് ആഘോഷിച്ച് റസൂലുള്ളാഹിന്റെ ജന്മ തുടക്കത്തെ ആഘോഷിച്ചുകൊണ്ട് സ്വർഗ്ഗ കവാടങ്ങൾ മുഴുവനും തുറക്കാൻ കൽപ്പിക്കപ്പെടുകയും ഫഫുത്തിഹ അബ്വാബുൽ ജിനാൻ, ജന്നത്തിന്റെ ബഹുവചനമാണ് ജിനാൻ. സ്വർഗങ്ങളുടെ 7 സ്വർഗ്ഗങ്ങളുള്ളത് അല്ലേ? 7 സ്വർഗമാണ്. അതിലെ എല്ലാ സ്വർഗങ്ങളുടെയും കവാടങ്ങൾ തുറക്കപ്പെടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. സ്വർഗത്തിൽ വലിയ വലിയ സ്റ്റേജുകളൊക്കെ ഉണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. ആ 7 സ്വർഗങ്ങളാണ് ജിനാൻ, സ്വർഗങ്ങൾ എന്ന് പറയുന്നത്. ജനാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന അർത്ഥത്തിനാണ്. ജനാൻ അല്ല ജിനാൻ. അബ്വാബ് എന്ന് പറഞ്ഞാൽ കവാടങ്ങൾ. ബാബു ബഹുവചനമാണ് അബ്വാബ്. ഫുത്തിയ അബ്വാബുൽ ജിനാൻ, സ്വർഗങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടാൻ കൽപ്പിക്കപ്പെടുകയും തുറക്കപ്പെടുകയും ചെയ്തു.
അങ്ങനെ നബി തങ്ങളുടെ ജന്മമുണ്ടായ ദിവസത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അതല്ല പറയുന്നത്. ഇത് ആദ്യമായി ആമിന ബിയുടെ ഗർഭപാത്രത്തിലേക്ക് ആ നൂറ് മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാസ് ചെയ്ത അന്ന് രാത്രിയിൽ കൽപ്പിക്കപ്പെട്ടതാണ് ഈ പറയുന്നത്, ഉണ്ടായതാണ് ഈ പറയുന്നത്. തസയ്യനത്തിൽ ഹൂറു, ഹൗറാകളായ സ്ത്രീകൾ, ഊറുലിങ്ങൾ എന്ന ചിലർ പറയും. ഹൂർ എന്ന് പറയുന്നത് ഹൗറായിന്റെ ബഹുവചനമാണ്. ഹൗറായി എന്ന് പറഞ്ഞാൽ കണ്ണിലെ വെളുത്ത സ്ഥലം കഠിന വെളുപ്പും കറുത്ത സ്ഥലം കഠിന കറുപ്പുമുള്ള പെണ്ണുങ്ങൾ, ആളുകൾ, അവർക്കാണ് അങ്ങനത്തെ സ്ത്രീകൾ, അവർക്കാണ് ഹൗറായി എന്ന് പറഞ്ഞത്. സ്വർഗ സ്ത്രീകളുടെ കണ്ണിന്റെ വിശേഷണമാണത്. ഹൂറുൽ ഹിസാൻ എന്നും പറയും. ഹസനായിന്റെ ബഹുവചനമായിട്ട് നല്ല ഹൗറായ പെണ്ണുങ്ങൾ ഹൂറുൽ ഹിസാനാണ്. ചിലർ ഹൂറുൽ ലിസാൻ എന്ന് പറയുന്നുണ്ട്. ലിസാൻ അല്ല, ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് എന്നാണ്. എങ്ങനെ അർത്ഥം പറയാന്നറിയില്ല. ഹൂറുൽ ലിസാൻ അല്ല, ഹൂറുൽ ഹിസാൻ അല്ലെങ്കിൽ ഹൂറുൽ ഐൻ. ഹൂറുൽ ഐൻ, ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞാൽ ഹൗറായിന്റെ ജമ്മ ഐന്. ഹൂറുൽ ഐൻ, ഐനല്ല ഐൻ, ഐനാഹിന്റെ ജമ്മ. കണ്ടടം വീതിയായ പെണ്ണുങ്ങൾ, കണ്ണ് ആകെ ചുരുങ്ങിയിട്ട് ചെറിയ കണ്ണ് ഇങ്ങനെ വെച്ചിട്ട് ചെറിയ കണ്ണായാലും ചൊറുക്കുണ്ടാവില്ല. അത് കുട്ടിസ്രാങ്കിന്റെ കണ്ണിന്റെ മാതിരി അങ്ങനെ ആയാല് ചൊറുക്കുണ്ടാവില്ല. കണ്ടടം വീതി വിടാൻ തന്നാല് ഒരു ബോൾ കളിക്കണം ഗ്രൗണ്ടിന്റെ വീതി എന്നല്ല, ഓരോന്നിനനുസരിച്ച വീതിയാണ് അത് പറയുന്നത്. കണ്ണ് വീതി എന്ന് പറഞ്ഞാൽ കണ്ണിനനുസരിച്ച് ഒരു വീതി, ചുണ്ട് വീതിയാണ് ചുണ്ടിനനുസരിച്ച് ഒരു വീതി, അതിനനുസരിച്ചൊരു വീതിയാണ് നമ്മൾ പറയുന്നത്. കുഞ്ഞൻ കണ്ണല്ല എന്നർത്ഥം. അങ്ങനത്തെ ഐനാഹിന്റെ ജമ്മാണ് എഴീൻ. അതേപോലെ തന്നെ ഹൗറാഹിന്റെ ജമ്മാണ് ഹൂർ. ഹൂറുൽ ഐൻ, ഐൻ ഐൻ എന്ന് പറഞ്ഞാണ് ഹൂറുൽ ഐൻ. ഹൂറുൽ ലീൻ അല്ല. അതേപോലെ തന്നെ ഹൂറുൽ ഹിസാൻ, ഹിസാൻ ഹസനാഗ്, നല്ല ഹൂർ എന്ന് പറഞ്ഞാൽ ഹൗറാഗ്, ഹൗറാഹിന്റെ ബഹുവചനമാണ്. ഐൻ എന്നതോ ഐനാഹിന്റെ ബഹുവചനവുമാണ്. ഹൂറുൽ ഐൻ എന്തൊക്കെയോ ആയി മാറിയത്. ഇപ്പൊ ഇവിടെ തന്നെ കിട്ടും. അതൊക്കെ ഊറുല്ലിങ്ങളെ ഊറുൽ ലിസാനൊക്കെ ഇവിടെ തന്നെ കിട്ടും. നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടൂല, പീഡിയയിലെ കിട്ടൂലേ. ഊറുലൈൻ പർദ്ദകൾ, ഊർലിയും പർദ്ദകൾ, ഊർലിങ്ങൾ ഇടുന്ന പർദ്ദ, ഒക്കെ അതബ് കെട്ട പേരുകളാണ്. സ്വർഗനാമങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയ ഒരു സാധനം ദുന്യാവിനകത്ത് അല്ലാഹ് പഠിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ഒരു മുത്തുനബിനെയും ഒരു യൂസുഫ് നബിനെയും പഠിച്ചിരുന്നു. കണ്ണുകൾ കാണാത്ത, കാതുകൾ കേൾക്കാത്ത ശബ്ദങ്ങൾ, കണ്ണുകൾ കാണാത്ത രൂപങ്ങൾ ആണ് ആ സ്വർഗത്തിലുള്ളത്. മനസ്സ് ചിന്തിക്കാത്തതാണുള്ളത് എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ട് ഇവിടുത്തെ ഓരോ ലോക്കൽ സാധനങ്ങൾക്ക് ഹൂറുൽ ഐൻ, ഹൂറുൽ ഐൻ, ഹൂറുൽ ഹിസാൻ എന്നൊക്കെ പേരിടുന്നത് അതുപകേടാണ്. വതസയ്യനത്തിൽ ഹൂറു, ഹൂറുൽ ഐൻ, ഹൗറുകളായ സ്ത്രീകൾ, ഹൗറാകളായ സ്ത്രീകൾ. എന്താ ഹൗറാഗ് എന്ന് പറഞ്ഞാല്? കണ്ണിന്റെ കറുത്ത സ്ഥലം അതികറുപ്പും വെളുത്ത സ്ഥലം അതിവെളുപ്പുമുള്ള സ്ത്രീകൾ. വൽവിൽദാൻ, സ്വർഗ കുട്ടികൾ. വിശുദ്ധ ഖുർആനിൽ കുട്ടികളെ പറ്റി പറഞ്ഞില്ല, സ്വർഗ കുട്ടികളെ പറ്റി പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ് വവിൽദാനും മുഖല്ലദൂൻ അല്ലേ? യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബതഹും അല്ലല്ല അങ്ങനെ. അത് മാത്രമല്ല വിൽദാനുൻ, അതെ അന്നഹു ലൂലു മക്നൂൻ, ഖിദ്മത്തിനായി കാണും അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് തോന്നും എന്ത് കൗതുക മുത്തുകൾ. അത് ഖുർആൻ പറഞ്ഞ വാക്കാണ്. അതിനെയാണ് ഞാൻ ഖുർആന്റെ വാക്കിനെ തേടി നടക്കുന്നത്. അതിന് തഴവ പാട്ടാക്കിയെന്നുള്ളൂ, പിഴവൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുത്തല്ലോ, ഉസ്താദ് ബാങ്ക് കൊടുക്കി.